Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. ഭക്ഷണമൊക്കെ കഴിച്ചോ നേരത്തെ? Good afternoon, Miss. Good afternoon. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? സുഖമായിട്ടിരിക്കല്ലേ എല്ലാവരും? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? സീജ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായില്ലേ, ഉറക്കം വന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതെല്ലേ? എന്ത് ക്ലാസ് ആണോ? എന്ത് ക്ലാസ് ആണോ ഉറക്കം വന്നിട്ട്? അങ്ങനെയല്ല, ചില ദിവസങ്ങളില്. ചില ദിവസങ്ങളിലോ? അവസാനം ഞാൻ ക്ലാസ് ഓഫ് ആക്കി ഞാൻ പോയി കിടന്നുറങ്ങി. അതെ, ഓക്കെ, ശരിയാണ്. ഉറക്കം വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മള് ക്ലാസ് കണ്ടിട്ട് അല്ലെങ്കിൽ പഠിച്ചിട്ട് കാര്യമില്ല. അത് കാര്യമില്ല. പിന്നെ ഇടയ്ക്ക് എങ്ങാനും എന്റെ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടില്ല. ഓക്കെ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൈസിങ് സ്ട്രാറ്റജി വരെയല്ലേ എടുത്തത്? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് റീഡിസൈനിങ് ആൻഡ് ഓൾഡ് വൺ. അതായത് ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൾഡ് വണ്ണിനെ, അതായത് പഴയ പ്രൊഡക്റ്റിനെ നമ്മൾ വീണ്ടും പുതുക്കി ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് പരിചയപ്പെടുത്തുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റേജുകളിലൂടെ കടന്നിട്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത്? താഴെ പറയുന്നുണ്ട്, ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ ഹെഡിങ്ങിൽ പറയുന്നുണ്ട് അല്ലെ, ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. അതായത് പുതിയ പ്രൊഡക്റ്റിന്റെ ആശയം അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ മനസ്സിൽ ഉദിക്കുന്നു. ഓക്കെ, നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് വിപണിയിൽ ഇറങ്ങുന്ന സമയത്ത് ഇതുവരെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് ആണ്. ഇതുവരെ ആർക്കും അങ്ങനെ പല പ്രൊഡക്റ്റുകളും ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോ ആദ്യമായിട്ടാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് വിപണിയിൽ ഇറങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഐഡിയയിലോ ഉദിക്കുന്നതായിരിക്കും. അങ്ങനെയല്ല എല്ലാ പ്രൊഡക്റ്റുകളും. നമ്മളിപ്പോ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ ഒരു കമ്പനി ആകാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ തന്നെ ആകാം. മറ്റാരും കൊടുക്കാത്ത രീതിയിലുള്ള സർവീസ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇതുവരെ ഒരു ഹോസ്പിറ്റലിനും ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ആ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതൊരു പുതിയ സർവീസ് ആയിട്ടാണ് അവിടെ വരുന്നത്.
ഓക്കെ, അപ്പോ ഒന്നില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിലായിരിക്കാം ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ആശയം ആദ്യം ഉദിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ്. അതായത് ഇപ്പൊ നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ബേസിൽ എന്ത് ചെയ്യാറുണ്ട്, കമ്പനികളും അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കാറുണ്ട് അല്ലെ. ഇപ്പൊ പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ആളുകളാണ് അവിടെ വരിക. അപ്പൊ ഇപ്പൊ 4 പേര് ചേർന്ന് ആരംഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഒരു കമ്പനിയിലെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, ആ 4 പേരുടെ മനസ്സിലും വ്യക്തമായിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകും. എന്നിട്ട് മാത്രമാണ് അത് അവരെന്ത് ചെയ്യുക, മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സർവീസിനെ കുറിച്ച് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെയോ മനസ്സിൽ ആശയം ഉദിക്കുന്നതാണെന്ത്, ഫസ്റ്റ് സ്റ്റെപ്പ് അഥവാ ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ അല്ലേ? യെസ്. രണ്ടാമത്തത് സ്ക്രീനിങ് ആണ് കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുമ്പോ സീജ, അതുപോലെ തന്നെ നജുവ, പിന്നെ ആർദ്ര, അനു, ഈ 4 പേര് ചേർന്നിട്ട് ഹെൽത്തി ഫുഡ് മാത്രം കൊടുക്കുന്ന ഒരു ഹോട്ടൽ ആരംഭിക്കുവാണ്. അത് ന്യൂ ഐഡിയ അല്ലേ? ഹെൽത്തി ഫുഡ് മാത്രമേ ഇവിടെ കൊടുക്കുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആണോ? ന്യൂ ഐഡിയ ആണോ? മറ്റെല്ലാ ഹോട്ടലുകളിലും ഫാസ്റ്റ് ഫുഡും നാടൻ ഭക്ഷണങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഹോട്ടലിൽ മാത്രം എന്ത് കൊടുക്കുന്നു, ഹെൽത്തി ഫുഡ് മാത്രം കൊടുക്കുന്നു. ഓക്കെ, കൂടുതലും ഈ നമ്മുടെ മില്ലറ്റുകളൊക്കെ ഉണ്ടല്ലോ, മില്ലറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹെൽത്തി ഫുഡാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ മറ്റാരും അത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റേഴ്സ് വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പുതിയ ആശയം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുകയാണ്. അതാണ് മാർക്കറ്റിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് സ്ക്രീനിങ് ആണ് കേട്ടോ. സ്ക്രീനിങ്, ideas that meet up with the company objectives and promise good sales are taken into consideration. If not removed, decision made is important. രണ്ടാമത്തേത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. എന്താണ് സ്ക്രീനിങ്? അതായത് കമ്പനിയുടെ ലക്ഷ്യങ്ങളോട് പൊരുത്തപ്പെടുന്ന ആശയങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അതായത് ഏതൊരു കമ്പനി ആയാലും അല്ലെങ്കിൽ ഏതൊരു ഹോസ്പിറ്റലിലായാലും അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകും അല്ലെ. കുറച്ച് നാളുകൾക്കുള്ളിൽ ഇന്ന ലക്ഷ്യങ്ങള് കൈവരിക്കണം, നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാകും. അപ്പോ അവരുടെ ആ ലക്ഷ്യങ്ങളോട് മാച്ച് ആകുന്ന ആശയങ്ങൾ, അതായത് അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ തിരഞ്ഞെടുക്കുന്നതാണത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഏതൊരു കമ്പനി ആണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലക്ഷ്യങ്ങളോട് യോജിക്കുന്നതായിരിക്കണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും ആശയങ്ങളും. ഓക്കെ, പിന്നെ ഡിസിഷൻ മേഡ് ഈസ് ഇമ്പോർട്ടന്റ്. അതായത് ഒരു കമ്പനിയെ സ്ക്രീനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയും. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോവാം. യൂസിങ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് സച്ച് ആസ്, അതായത് നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടോന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ചെക്ക് ലിസ്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫീച്ചർ ഓർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ എത്രമാത്രം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് അതെന്ത് ചെയ്യണം, ആദ്യം ചെക്ക് ചെയ്യണം. രണ്ടാമത്തത് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ പേഴ്സണൽ. ഇനി ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാണോ? ഒരു സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങള് അതിനകത്ത് മിക്സ് ചെയ്യണം അല്ലെ. നമ്മള് പരസ്യത്തിലൊക്കെ കാണാം അല്ലെ, കുറെ പരസ്യങ്ങൾ കാണാറില്ലേ സോപ്പിന്റെ. ശുദ്ധമായിട്ടുള്ള ആര്യവേപ്പിൽ നിർമ്മിതമാണ്, ശുദ്ധമായിട്ടുള്ള പശുവിൻ പാലിൽ നിർമ്മിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സോപ്പിന്റെ പരസ്യങ്ങൾ കാണാറില്ലേ? നിങ്ങള് കണ്ടിട്ടുണ്ടല്ലേ? പക്ഷെ അത് മാത്രമാണോ അതിനകത്ത് ചേർക്കുന്നേ സോപ്പില്? അല്ലല്ലോ, കുറെ കെമിക്കൽസ് ആഡ് ചെയ്യുന്നില്ലേ? കെമിക്കൽസ് ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോപ്പ് നിർമ്മിക്കുന്നത് അല്ലെ. ഓക്കെ,
അപ്പോ ഇതിനെയാണ് എന്ത് പറയുന്നേ, റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ്, അതായത് സോപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെമിക്കലുകൾ ലഭ്യമാണോ, ഓക്കെ, അത് കമ്പനിക്ക് ലഭ്യമാകുന്നുണ്ടോ, അതിന്റെ ഉൽപാദനം എങ്ങനെയാണ്, അത് ചിലപ്പോൾ വേറെ സ്ഥലത്ത് നിന്നൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്, ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ സോപ്പ് നിർമ്മാണം മാത്രമായിരിക്കും നടക്കുന്ന കമ്പനിയിൽ, അല്ലെ? പക്ഷെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് വേറെ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. അപ്പൊ അവിടുത്തെ ലഭ്യത, അവൈലബിലിറ്റി എത്രയാണെന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ റോ മെറ്റീരിയൽസ് മാത്രമല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണൽ, അതായത് സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാവും. ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. കേവലം മെഷീനറീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. സോപ്പ് നിർമ്മാണം നടക്കുമോ? മെഷീനറി ആണ് ചെയ്യുന്നത്, ഓക്കെ, പക്ഷെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? മനുഷ്യരല്ലേ? യെസ്. അപ്പോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ ലഭ്യമാണോ, അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ലഭ്യമാണോ എന്ന് ചെക്ക് ചെയ്യണം. then കമ്പനീസ് കേപ്പബിലിറ്റി, അതുപോലെ തന്നെ കമ്പനിക്ക് അത് നിർമ്മിക്കാനുള്ള കഴിവുണ്ടോ. ഓക്കെ, ചിലപ്പോ ഒരു 200 സോപ്പോ, അല്ലെങ്കിൽ 200 1000 സോപ്പ്, അല്ലെങ്കിൽ ഒരു 5000 സോപ്പ്, അല്ലെങ്കിൽ ഒരു 50000 സോപ്പ്. ഓരോ കമ്പനിക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്. എല്ലാ കമ്പനികളും ഒരേ എണ്ണം അല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, വ്യത്യാസം ഉണ്ടാകാം. അപ്പോ കമ്പനിക്ക് അത് നിർമ്മിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി, കഴിവുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇതും സ്ക്രീനിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് ഫെസിലിറ്റീസ് റിക്വേർഡ്. എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് റിക്വേർഡ്? അതായത് സൗകര്യങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ വിൽപ്പനയ്ക്കും വിതരണത്തിനും സൗകര്യം ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അതായത് സപ്ലൈ ചെയ്യാനുള്ള ആളുകൾ റെഡിയാണോ നോക്കണം. അത് ഷോപ്പുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തൊക്കെ വിൽപ്പനയ്ക്ക് അത് ആളുകൾ എടുക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ട ഷോപ്പ് ഉടമ സോപ്പ് വാങ്ങിക്കാനായിട്ട് തയ്യാറാണോ, അല്ലെങ്കിൽ അത് കസ്റ്റമേഴ്സ് വാങ്ങിക്കാനായിട്ട് അവർ ആ കടയിൽ വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ നോക്കുന്നത്, ഫെസിലിറ്റീസ് റിക്വേർഡിൽ നോക്കുന്നത്. അപ്പോ നിർമ്മിച്ചാൽ മാത്രം പോരാ, അത് സപ്ലൈ ചെയ്യാനും അത് എന്ത് ചെയ്യാനാണ്, അത് വാങ്ങിക്കാനും ആളുണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ സ്ക്രീനിങ്? യെസ്. ഇനി മൂന്നാമത്തേതാണ് ബിസിനസ് അനാലിസിസ് ആണ് കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിസിനസ് അനാലിസിസ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം, ആ പേജ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. പേജ് നമ്പർ 95 ബിസിനസ് അനാലിസിസ് തുടങ്ങി പേജ് നമ്പർ 96 വരെ ഒന്ന് റീഡ് ചെയ്യുക, ഫുൾ ആയിട്ട് റീഡ് ചെയ്യുക കേട്ടോ.
കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ കഴിഞ്ഞോ?
ശരി, എല്ലാരും ഉറങ്ങിപ്പോയോ? ഞാൻ വായിക്കാൻ പോവാണ് കേട്ടോ. സ്റ്റെപ്പ് 3 നോക്കൂ കേട്ടോ. ബിസിനസ് അനാലിസിസ്. Evaluation of overall comprehensive market potential, financial resources for production, promotion and distribution, growth rate and product competitive strength. Okay. അപ്പോ സ്റ്റെപ്പ് 3 ആദ്യത്തെ വരുന്നത് ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ ആണ്. എന്ന് വെച്ചാല് മാർക്കറ്റില് ഉൽപ്പന്നത്തിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. വിപണിയില് ഉൽപ്പന്നം, അതായത് പ്രൊഡക്റ്റിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. അതായത് മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് ഇറങ്ങി കഴിഞ്ഞാല് അത് ആളുകൾ വാങ്ങിക്കോ, എത്രമാത്രം ആളുകളാണ് അത് വാങ്ങിക്കുന്നത്, ആർക്കൊക്കെയാണ് ഇതിന് ആവശ്യം വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനെയാണ് ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മാർക്കറ്റിൽ അതിന് സാധ്യത ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് മാർക്കറ്റിൽ നല്ല രീതിയിൽ വിറ്റഴിക്കാൻ പറ്റുള്ളൂ. ആണോ അല്ലയോ? അല്ലെങ്കിൽ വിറ്റഴിക്കാനായിട്ട് സാധിക്കോ? ആണോ? ഇല്ല, വിറ്റഴിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. മാർക്കറ്റില് അത് വാങ്ങിക്കാനായിട്ട് ആളുകൾ വരണം അല്ലെ, അതിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റിറ്റീവ് സ്ട്രെങ്ത്. അതായത് നിർമ്മാണത്തിനും അതുപോലെ തന്നെ പ്രൊമോഷനും വിതരണത്തിനും വേണ്ട പണം ലഭ്യമാണോ, അതിന്റെ വളർച്ചാ സാധ്യതയും അതുപോലെ തന്നെ അതിന്റെ വിതരണ ശേഷിയും വിലയിരുത്തുന്നതാണ് എന്ത് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കേട്ടോ. അപ്പോ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അതിന്റെ പ്രൊമോഷൻ, അതായത് അത് പ്രൊമോഷൻ പ്രചരണം നടത്തുന്നതിന്, അതുപോലെ തന്നെ സപ്ലൈ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പണം ലഭ്യമാണോ, ആവശ്യമായിട്ടുള്ള പണം കമ്പനിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് പരിശോധിക്കുന്നതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഫിനാൻഷ്യൽ റിസോഴ്സസ് ചെക്ക് ചെയ്യും. ഓക്കെ. ഇനി സ്റ്റെപ്പ് 4 എന്ന് നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് കേട്ടോ. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്താണ്? Marketing department provides feedback of consumer reaction, wants, packaging, branding, etc. Engineering department changes idea into final product. Okay. അതായത് ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, അതായത് പ്രൊഡക്റ്റ് വികസിപ്പിക്കുന്ന സമയത്ത് അതിന്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. കൺസ്യൂമറിന്റെ റിയാക്ഷൻ, അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയതിനു ശേഷം അവരുടെ റിയാക്ഷൻ എന്താണ്, അവർക്ക് അതിനെ കുറിച്ച് നല്ലതാണോ ചീത്തയാണോ പറയാനായിട്ടുള്ളത്, ഇനി അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, അതായത് ഇറങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നടത്തേണ്ടതുണ്ടോ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലേസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ലേസ്, അതായത് പാക്കറ്റിൽ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാല് അത് കിട്ടുന്നത് വളരെ കുറച്ച് മാത്രമാണ് അല്ലെ, പാക്കറ്റ് മാത്രം വീർത്തിരിക്കും അല്ലെ. ലേസിന്റെ പ്രത്യേകത അതല്ലേ. അപ്പോ നമ്മൾ ഉൾപ്പെടെ, അതായത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതിൽ കുറച്ചും കൂടി എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടില്ല പലപ്പോഴും? ഉണ്ടോ? ആഗ്രഹിച്ചിട്ടുണ്ടോ? കുറച്ചും കൂടി കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള ആവശ്യങ്ങള് കമ്പനി അറിയുന്നതാണ് ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളോ വരുത്തണോ, അതിന്റെ പാക്കേജിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ. ചില പ്രൊഡക്റ്റുകള് നമ്മൾ ഇതുവരെ യൂസ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ പാക്കറ്റുകളിലൊക്കെ ലഭിക്കും അല്ലെ. പാക്കറ്റ് ഒക്കെ മാറില്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ മഞ്ച് എന്ന് പറയുന്ന ചോക്ലേറ്റ് നിങ്ങൾ കഴിക്കാറില്ലേ? കഴിച്ചിട്ടുണ്ടാവുമല്ലോ. ആദ്യം ഉണ്ടായിരുന്ന മഞ്ചാണോ ഇപ്പൊ ഉള്ളത്? പല വിധത്തില്, പല രൂപത്തിൽ, പല സ്ട്രക്ചറിൽ അവരത് പുറത്തിറക്കിയിട്ടുണ്ട് അല്ലെ. മഞ്ച് മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ പുറത്തിറക്കിയിട്ടില്ല. അപ്പൊ എന്താണ്, അതായത് ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കമ്പനി എന്ത് ചെയ്യും, അതിന്റെ സ്ട്രക്ചറിലും പാക്കേജിങ്ങിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തും. അതായത് ആളുകൾക്ക് അതാണ് ആവശ്യമെന്ന് പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവരെ ആവശ്യങ്ങള് അറിഞ്ഞ് അത് മാറ്റുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അതിന്റെ ബ്രാൻഡിങ്ങില് ഇതിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കമ്പനി വ്യത്യാസങ്ങൾ വരുത്താറുണ്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്. രണ്ടാമത്തെ പോയിന്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചസ് ഐഡിയാസ് ഇൻ ടു എ ഫൈനൽ പ്രൊഡക്റ്റ്.
അതായത് കമ്പനിയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഐഡിയാസ് ചേഞ്ച് ചെയ്ത് അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇത്രയുമാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ പറയാനായിട്ട് ഉള്ളത് കേട്ടോ. ഇനി സ്റ്റെപ്പ് 5 ഒന്ന് നമുക്ക് നോക്കാം. ടെസ്റ്റ് മാർക്കറ്റിംഗ്. എന്താണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്? കൺസ്യൂമർ റിയാക്ഷൻസ് ടു ദ ന്യൂ പ്രൊഡക്റ്റ്. അതായത് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കുമ്പോൾ ആ പുതിയ ഉൽപ്പന്നത്തെ കുറിച്ചിട്ട് കൺസ്യൂമേഴ്സിന്റെ പ്രതികരണം എന്താണ്? എത്രമാത്രം ആളുകൾക്കാണ് അത് ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ളത്? അതായത് എത്രമാത്രം ആളുകളാണ് അത് നല്ല രീതിയിൽ സ്വീകരിക്കുന്നത്? എത്രമാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടാം? ഇനി എത്ര പേർക്കാണ് അത് ഇഷ്ടമല്ലാത്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ടെസ്റ്റ് മാർക്കറ്റിംഗിൽ വരുന്നത്. ചെക്ക് ചെയ്യുന്നതാണ് എത്രത്തോളം ആളുകൾ അത് സ്വീകരിച്ചു എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, കൺസ്യൂമേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ സാധനത്തിനും ആ സാധനത്തിന്റെ കമ്പനി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എന്താണോ നമ്മൾ വാങ്ങിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ ബേസിലാണ് അവർ വീണ്ടും പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നതും കമ്പനിയിൽ അത് മാർക്കറ്റിൽ അത് വിതരണം ചെയ്യുന്നതും. ഓക്കെ, ഇനി ലാസ്റ്റ് ആണ് സ്റ്റെപ്പ് 6 ആണ് കേട്ടോ. ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്. ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ട് ഇത് അവതരിപ്പിക്കുന്നു. ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നതാണ് ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ 6 സ്റ്റെപ്പാണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒരു ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്, അത് വിതരണം ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സ്റ്റെപ്സ് ഇൻവോൾവഡ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. അതായത് ഒരു പുതിയ ആശുപത്രി അതെങ്ങനെയാണ് മാർക്കറ്റിംഗിൽ പരിചയപ്പെടുത്തുന്നത്, എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മാർക്കറ്റിംഗിനെ കുറിച്ചിട്ടാണ്. ഇനിയാണ് നമ്മൾ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിലേക്ക് കടക്കാനായിട്ട് പോകുന്നത്. The hospital marketing function has been broadly adopted as a way to learn about markets, attract sufficient resources, evolve appropriate services, and communicate the availability of such goods to those who may be able to buy such services. Okay, ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് കുറേയധികം, അതായത് കുറെ ഫങ്ഷൻസുകൾ ഉണ്ട് അതിനകത്ത്. മാർക്കറ്റുകളെ കുറിച്ച് പഠിക്കുന്നു, പിന്നെ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളെ കുറിച്ച് അറിയുന്നു, അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ സർവീസുകളാണ് കൊടുക്കുന്നത്, ആരൊക്കെ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് വരുന്നത്. അതായത് ആശുപത്രിയെ ആളുകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും കൂടുതൽ രോഗികളെ ആകർഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കാം. ഞാൻ ഒന്നുകൂടി പറയാം. ആശുപത്രി, അതായത് പുതിയ ഹോസ്പിറ്റൽ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ആശുപത്രിയെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും കൂടുതൽ രോഗികളെ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത് മാർക്കറ്റ് പ്ലാനിംഗ് ആണ്. അവിടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, എന്നാലും എന്താണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് ഞാൻ പറഞ്ഞു തരാം. മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഏത് സർവീസ് ആണ് നൽകേണ്ടത്, ആരെയാണ് ലക്ഷ്യമിടുന്നത്, എങ്ങനെ വളർച്ച നേടാം എന്നിവ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതാണത് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഏത് സേവനമാണ് നൽകേണ്ടത്, ആരെയാണ് ലക്ഷ്യമിടുന്നത്, എങ്ങനെ വളർച്ച നേടാം എന്നിവ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതാണത് മാർക്കറ്റ് പ്ലാനിംഗ്. അതായത് ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട സേവനങ്ങൾ എന്തൊക്കെയാണ്, ആരെയാണ് ലക്ഷ്യമിടുന്നത്. ചിലപ്പോൾ കുട്ടികളെ ആവാം. ഒരു പീഡിയാട്രിക് ഹോസ്പിറ്റൽ ആവുമ്പോൾ കുട്ടികളെയല്ലേ കൂടുതലായിട്ട് അവർ ലക്ഷ്യം വെക്കുന്നത്, ആണോ? ജെറിയാട്രിക് ഹോസ്പിറ്റൽ
അങ്ങനെയാണെങ്കിലോ ജെറിയാട്രിക് ഹോസ്പിറ്റല് വാർദ്ധക്യം ആയിട്ടുള്ള ആളുകളെയാണ് അല്ലെ. മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിലോ പ്രഗ്നന്റ് ലേഡീസിനെ അല്ലേ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഹോസ്പിറ്റലും അതിന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവർക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകും അല്ലെ. ഓക്കെ, അപ്പോ ആരെയാണ് ലക്ഷ്യമിടുന്നത്, എങ്ങനെയാണ് വളർച്ച, അവർക്ക് ആ ഹോസ്പിറ്റൽ ബിസിനസ്സിലൂടെ എങ്ങനെയാണ് വളർച്ച നേടാനായിട്ട് സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ആശുപത്രിയുടെ സേവനങ്ങളെ കുറിച്ച് ജനങ്ങളുമായി വിവരങ്ങൾ പങ്കിടൽ. ആശുപത്രിയുടെ സർവീസ് സേവനങ്ങളെ കുറിച്ച് ജനങ്ങളുമായിട്ട് ആളുകളുമായിട്ട് വിവരങ്ങൾ പങ്കിടുന്നതിനെയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പരസ്യങ്ങൾ നൽകുക, അതൊരു മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഹോസ്പിറ്റലിന്റെ സേവനത്തെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എന്തിലൂടെ, പരസ്യങ്ങളിലൂടെ അല്ലെ. പിന്നെ സോഷ്യൽ മീഡിയ വഴി അല്ലെ, സോഷ്യൽ മീഡിയ വഴി എന്ത് ചെയ്യാൻ പറ്റും, ആശുപത്രിയുടെ പ്രവർത്തനത്തെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നത് വഴി നമുക്കറിയാം ചില മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യാറുണ്ട്, ക്യാമ്പുകൾ നടത്താറുണ്ട് അല്ലെ. ഇല്ലേ, നടത്താറില്ലേ? അവിടെയുള്ള ഡോക്ടേഴ്സ് വന്ന് രോഗികളെ ഫ്രീ ആയിട്ട് നോക്കും. പിന്നെ സ്കാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താറുണ്ട്, ഫ്രീ ആയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് രോഗികൾക്ക് അതിന്മേലുള്ള വിശ്വാസത കൂടും, അവര് ആ ഹോസ്പിറ്റലിൽ ചെല്ലും പിന്നീട് എന്താവശ്യത്തിന് അല്ലെ. അതൊരു മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോ പരസ്യങ്ങൾ വഴി, സോഷ്യൽ മീഡിയ വഴി, ക്യാമ്പുകൾ വഴിയൊക്കെ എന്ത് നടത്താറുണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ ആണ്. ഓക്കെ, അതായത് മാർക്കറ്റിംഗ് പ്ലാനിന്റെ എലമെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. അതായത് വിപണി പഠനം നടത്തുക, അതായത് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. ജനങ്ങൾക്ക് എന്ത് സർവീസ് ആണ് വേണ്ടത്, ഇനി അത്തരത്തിൽ സർവീസ് നൽകുന്നതിന് കോമ്പറ്റീറ്റീവ്സ് എത്ര, അതായത് മറ്റുള്ള ആളുകൾ, അതായത് ആ ഹോസ്പിറ്റലിനോട് മത്സരിക്കുന്ന മറ്റു പല കമ്പനികൾ എത്രമാത്രമാണുള്ളത്. പിന്നെ ആശുപത്രികള് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്, പേഷ്യൻസിന്റെ ഒപ്പീനിയൻ എന്താണ്, ഇവയെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്. സോറി കേട്ടോ, ഒരു ഇത് തെറ്റിപ്പോയി, പറഞ്ഞതെല്ലാം തെറ്റിപ്പോയിട്ട്. ഞാൻ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് ആണ്. അതായത് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ് എന്ന് പറഞ്ഞാല് ആശുപത്രി നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ആശുപത്രി പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എന്തുണ്ടാകും, ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ആ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. പിന്നെ അവരുടെ ലക്ഷ്യങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല്, 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഒരു ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്തായിരിക്കും അത്, അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങിയെന്ന് വിചാരിക്കുക, അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ഒരു തുണിക്കട തുടങ്ങിയെന്ന് വിചാരിക്കുക, എന്തായിരിക്കും? ആ പ്രോഫിറ്റ്. അത് രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ. 2 ലക്ഷ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, രണ്ടാമത്തേതാണ് പ്രോഫിറ്റ്. ആദ്യത്തേത് എന്തായിരിക്കും? സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസില് ഗുഡ് സർവീസ് ഉണ്ട്. ഓക്കെ, ഈ ഗുഡ് സർവീസ് കൊടുക്കണമെങ്കിൽ ആര് വേണം, ആരാ വേണ്ടത്? ആരുണ്ടെങ്കിലാണ് സർവീസ് കൊടുക്കാനായിട്ട് പറ്റുക, പേഷ്യന്റ്. ഓക്കെ, അതായത് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്, കണ്ടക്ട് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത് ആശുപത്രി നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയാണ്. ഈ 2 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, 1 രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, 2
വരുമാനം കൂട്ടുക. ഇതാണ് ആശുപത്രിയുടെ ലക്ഷ്യങ്ങൾ കേട്ടോ. ഒരു പ്രോഫിറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രോഗികളുടെ എണ്ണം കൂട്ടുക. നിങ്ങൾ പല മൂവീസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഉണ്ടോ? ഏതെങ്കിലും മൂവി പറയാമോ എക്സാമ്പിൾ ആയിട്ട് രോഗികളുടെ എണ്ണം കൂട്ടാനായിട്ട്? ഏതെങ്കിലും മൂവി ഉണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്ന മൂവി, പേഷ്യൻസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്? ഉണ്ടോ? ഇല്ല, എനിക്കിപ്പോ ഒന്നും ഓർമ്മ വരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതെങ്കിലും ഒന്ന് ഓർത്തു നോക്കിയേ ഉണ്ടോ ഒന്ന്. നാടോടി മന്നൻ എന്ന് പറഞ്ഞ മൂവി ഉണ്ട്. നാടോടി മന്നൻ. അതിനകത്ത് എന്താ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അതിനകത്ത്? രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സിനിമകൾ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും തലയിൽ വരുന്നില്ല. നമ്മുടെ ലാലേട്ടന്റെ ഒരു മൂവി ഉണ്ട്, ഒരു പഴയ സിനിമയാ, വിസ്മയം അങ്ങനെ എന്തോ. കണ്ടിട്ടുണ്ടോ പണ്ടത്തെ മൂവി? വിസ്മയമാണെന്ന് തോന്നുന്നു. യെസ്, കണ്ടിട്ടുള്ളവരില്ലെങ്കിൽ കാണുക കേട്ടോ. ആ മൂവി നല്ല മൂവിയാ. അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ, അതായത് പേഷ്യൻസിന്റെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ആയിട്ടാണ് ഒരു സ്ഥാപനം നടത്തുന്നത്, അല്ലെ? അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പേഷ്യൻസിന്റെ ഒക്കെ. ഓക്കെ, അപ്പോ ഏതൊരു പ്രോഫിറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും പേഷ്യൻസ് കൂടാനായിട്ടാണ് അവർ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ അതിൽ നിന്ന് വരുമാനം കൂടുന്നതിനും അവര് ആഗ്രഹിക്കാറുണ്ട്, അല്ലെ? വരുമാനം കൂട്ടുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. പിന്നെ വേറൊരു സിനിമയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. വിജയുടെ ഒരു സിനിമ, മർസലാണെന്ന് തോന്നുന്നു. മർസലാണോ വേറെ ഏതാണോ എനിക്കറിയില്ല. ഒരു കുട്ടി ആക്സിഡന്റിലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, എന്നിട്ട് അവിടെ വെച്ച് മരിക്കുന്നത്, എന്നിട്ട് അതിന്റെ അമ്മ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിന് ഉദാഹരണമായിട്ട് പറയാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ പോയിന്റ് അതാണ്. ഇനി രണ്ടാമത്തത് അനലൈസ് റിസർച്ച് ആണ് കേട്ടോ. അനലൈസ് റിസർച്ച് എന്ന് പറഞ്ഞാല് മാർക്കറ്റിംഗ് റിസർച്ച് നടത്തുക. അതായത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക, ജനങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സേവനങ്ങളാണ് വേണ്ടതെന്ന് പരിശോധിക്കുക, പിന്നെ എത്ര പേരാണ് മത്സരിക്കാനായിട്ട് ഉള്ളത്, കമ്പനിയുടെ കൂടെ മത്സരിക്കാനായിട്ട് മറ്റ് കമ്പനികൾ എത്ര പേരുണ്ടെന്ന് റിസർച്ച് നടത്തുക. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഒപ്പീനിയൻ എന്താണ് തങ്ങളുടെ സ്ഥാപനത്തെ കുറിച്ച്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിനെയാണ് അനലൈസ് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഐഡന്റിഫൈ എ ബഡ്ജറ്റ്, ഡെവലപ്പ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. മൂന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ. അതായത് മാർക്കറ്റിങ്ങിനായിട്ട് എത്ര പണം ചെലവാക്കണമെന്ന് തീരുമാനിക്കുന്നതാണെന്ത്, ഐഡന്റിഫൈ എ ബഡ്ജറ്റ്, ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. അതായത് ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങുമ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഒരു തുക നീക്കി വെക്കേണ്ടതുണ്ട്. നമ്മൾ പ്രൊഡക്റ്റിന് മാത്രമല്ല തുക നീക്കി വെക്കുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കാനായിട്ട് മാത്രമല്ല തുക നീക്കി വെക്കുന്നത്, ലാഭത്തിന് വേണ്ടി മാത്രമല്ല തുക നീക്കി വെക്കുന്നത്, മറിച്ച് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു നല്ലൊരു എമൗണ്ട് നീക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ എത്ര പണമാണ് അതിന് വേണ്ടതെന്ന് നിശ്ചയിക്കുക. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ഡെവലപ്പ് an implementation schedule, create an evaluation process. എന്താണ് അടുത്തത് പറയുന്നത്? അതായത് രോഗികളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുക. ഓക്കെ, അതായത് രോഗികൾ ആശുപത്രിയിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം, അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, അല്ലെ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? അതായത് ചില ക്യാമ്പുകൾ, നേരത്തെ ഞാൻ പറഞ്ഞു മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്, അല്ലെ? അത് ചെയ്യാറുണ്ട്, പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാറുണ്ട്. അതായത് മറ്റുള്ള ഹോസ്പിറ്റലൊന്നും ഇത്തരത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നില്ല. ഒരു ഹോസ്പിറ്റലിൽ മാത്രം എപ്പോഴും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും രോഗികളുടെ ചായ്വ് ആ ഒരു ടെക്സ്റ്റിലോ, 7th പോയിന്റോ, ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഇവാലുവേഷൻ പ്രോസസ്സ് വേറെയാണോ?
ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ, ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങള്. മാമിന് 3 ഉം 4 ഒരുമിച്ചാണ്. അല്ല 4 ഉം 5 ഒരുമിച്ചാണ്. 6 ഉം 7 ഒരുമിച്ചാണ്. ഒന്ന് ആ പോയിന്റ് ഒന്ന് നജ്വ വായിക്കാമോ? തേർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയുന്നത് അനലൈസ് റിസർച്ച്. ഫോർത്ത് പോയിന്റ് പറയുന്നത് ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ഫിഫ്ത്ത് പോയിന്റ് ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. സിക്സ്ത് പോയിന്റ് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ സ്കെഡ്യൂൾ. സെവൻത് പോയിന്റ് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ഓക്കെ ഓക്കെ ഓക്കെ, തെറ്റുകൾ ഉണ്ടല്ലേ. അപ്പൊ ഞാനൊരു വിചാരിക്കും ഒരു കാര്യം ചെയ്യാം, നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മതിയോ? ക്ലാരിറ്റി ഞാൻ നോക്കട്ടെ കേട്ടോ, തിരുത്തിയിട്ട് പറയാം നിങ്ങളോട്. കാരണം ഈ PDF തെറ്റായിട്ടല്ലേ കിടക്കുന്നത്, തിരുത്തിയിട്ട് പറയാം കേട്ടോ. ഓക്കെ. ശരിയാണല്ലേ, 7 പോയിന്റ് ഉണ്ട്. 7 പോയിന്റ് ആണ്. അപ്പോ നമ്മുടെ ഇതിനകത്ത് മാത്രം മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അത് മതിയല്ലോ? ഞാൻ നോക്കട്ടെ ഒന്ന് എന്താണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് കേട്ടോ. ഓക്കെ. പോയിന്റ്സ് എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ 4ഉം 5ഉം ഒരുമിച്ച് 6ഉം 7ഉം ഒരുമിച്ച് PDF കിടക്കണം. PDF കിടക്കുന്നത് അല്ലേ? ഓക്കെ, ഞാൻ പറയട്ടെ. ആദ്യത്തേത് സെക്യൂർ മാർക്കറ്റിംഗ് കോഴ്സ് എന്നാണോ? അതെ. യെസ്. രണ്ടാമത്തേത് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് എന്നാണോ? അതെ. മൂന്നാമത്തേത് അനലൈസ് റിസർച്ച്. നാലാമത്തേത് അനലൈസ് റിസർച്ച്. നാലാമത്തേത് ഐഡന്റിഫൈ എ ബഡ്ജറ്റ് അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ അഞ്ചാമത്തേത് ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ് ആണോ? അതെ അതെ. യെസ്. ആറാമത്തേത് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ശരിയാണോ? ഏഴാമത്തേത് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. യെസ്. സെക്യൂർ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെക്യൂർ മാർക്കറ്റിംഗ് കോഴ്സ് അതായത് അത് ക്ലാരിഫൈ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. ആദ്യം എന്താ ചെയ്യേണ്ടത്? സെക്യൂർ മാർക്കറ്റിംഗ് കോഴ്സ് കമ്പനി ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റല് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് അവരുടെ? 2 കാര്യങ്ങൾ. രണ്ടെണ്ണം എന്തൊക്കെയാ പറഞ്ഞിരുന്നു ഞാൻ? ഒന്ന് പ്ലാനിംഗ്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തത് എന്താ? രോഗിയുടെ എണ്ണം വർദ്ധിപ്പിക്കുക. രണ്ടാമത്തത് അതിലൂടെ വരുമാനം കൂട്ടുക. അതാണ് കേട്ടോ സെക്യൂർ മാർക്കറ്റിംഗ് ഗോൾസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് കണ്ടക്ട് മാർക്കറ്റിംഗ് റിസർച്ച്. എന്താണ് കണ്ടക്ട് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞിരുന്നു. അതായത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക, വിശദമായിട്ട് പഠിക്കുക, ആളുകൾക്ക് എന്ത് സേവനമാണ് വേണ്ടതെന്ന് പരിശോധിക്കുക, കോമ്പറ്റീറ്റീവ്സ് അതായത് മറ്റുള്ള മത്സരാർത്ഥികൾ അല്ലെങ്കിൽ മറ്റുള്ള മത്സരിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ എത്രമാത്രമാണ് ഉണ്ടെന്ന് പരിശോധിക്കുക. ഇനി ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക, പേഷ്യൻസിന്റെ ഒപ്പീനിയൻ എന്തൊക്കെയാണെന്ന് നോക്കുക, ഇവയെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുക. അതാണ് എന്ത്? കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് കേട്ടോ. ഓക്കെ ആണോ? 2 പോയിന്റും മനസ്സിലായോ? യെസ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് അനലൈസ് റിസർച്ച് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് അനലൈസ് റിസർച്ച്. അനലൈസ് റിസർച്ച് ആണ് വിട്ടുപോയത്. അതായത് ഏത് വിഭാഗത്തിലാണ് കൂടുതൽ രോഗികൾ വരുന്നത് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുക. അതുപോലെ തന്നെ ഏത് സേവനത്തിനാണ് കൂടുതൽ ആവശ്യകത വരുന്നത് അതിനെക്കുറിച്ചും പഠിക്കുക. നമ്മള് ചില ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട്, കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ? കുട്ടികൾക്കായിരിക്കും, അതായത് ആ ഹോസ്പിറ്റലിൽ ഒരു പേരുണ്ടാകും, പക്ഷെ ഫേമസ് ആയിട്ട് ചിലപ്പോ, അതായത് ആ ഹോസ്പിറ്റൽ ഫേമസ് ആയിട്ട് ചിലപ്പോ ആ ഒരു കാര്യത്തിന് മാത്രമായിരിക്കും കൂടുതൽ പ്രയോറിറ്റി. എല്ലാത്തരം ചികിത്സകളും അവിടെ നൽകുന്നുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് അതിന് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഊന്നൽ നൽകുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ അങ്കമാലിയില് LF എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഉണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? LF കേട്ടിട്ടുണ്ട് അല്ലെ? എല്ലാത്തരം സേവനങ്ങളും അവിടെ ഉണ്ട്, എല്ലാത്തരം ചികിത്സകളും ഉണ്ട്. പക്ഷെ ഫേമസ് ആയിട്ട് 2 കാര്യങ്ങൾക്ക് അവർക്ക് മുൻതൂക്കം ഉണ്ട്. എന്തിനൊക്കെയാ അറിയാമോ?
ഒന്ന് കണ്ണ്, 2 പാമ്പ് കടി. പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാല് ഉടനെ തന്നെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ആളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അപ്പോ എല്ലാത്തരം ചികിത്സകളുണ്ട്. മെറ്റേണിറ്റി ഉണ്ട്, ഗ്യാസ്ട്രോ ഉണ്ട്, അതുപോലെ തന്നെ കാർഡിയാക്ക് ഉണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ ഉണ്ട്. പക്ഷെ ആളുകൾക്ക് അത് ഫെമിലിയർ ആകുന്നത് ഒന്ന് കണ്ണിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലാണ്, 2 പാമ്പ് ചികിത്സ. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ ഏത് വിഭാഗം ആളുകളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്, ഏത് സർവീസിനാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഇതാണ് എന്ത് അനലൈസ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് 4-മത്തേതാണ് കേട്ടോ. ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതായത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എത്ര പണം ചെലവാക്കുന്നു എന്ന് നിശ്ചയിക്കുക. ഓക്കെ, അതായത് മാർക്കറ്റിങ്ങിനായി എത്ര പണം ചെലവാക്കി എന്ന് തീരുമാനിക്കുന്നത്, ചെലവാക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് അത് ഐഡന്റിഫൈ എ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് ആണ് നെക്സ്റ്റ് വൺ, ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്, അതായത് നേരത്തെ പറഞ്ഞു രോഗികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതികൾ തയ്യാറാക്കുക. അതായത് ക്യാമ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക, ഡിസ്കൗണ്ടുകൾ നൽകുക. അല്ലെ, പല ഹോസ്പിറ്റലും ഡിസ്കൗണ്ട് നൽകാറുണ്ട് അല്ലെ. ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഓടിപ്പോവില്ലേ? ഇപ്പൊ ഹെൽത്ത് ചെക്കപ്പിനൊക്കെ ഒരു 20% ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവിടെ ചെല്ലും അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തില് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വൺ ആണ് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് എപ്പോഴൊക്കെയാണ് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്, അതിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. ഓക്കെ, ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് ഇതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് മാർക്കറ്റിംഗ് വിജയിച്ചോ എന്ന് പരിശോധിക്കാൻ, അതിന്റെ എണ്ണം കൂടിയോ അല്ലെങ്കിൽ അതിന്റെ വരുമാനം കൂടിയോ എന്ന് പരിശോധിക്കുന്നതാണ് എന്ത് ഈ ഒരു ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മാർക്കറ്റിംഗ് വിജയിച്ചോ എന്ന് പരിശോധിക്കുന്നു, അതുകൂടാതെ അതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, അതായത് ആളുകൾ കൂടുതലായിട്ട് സർവീസിനെ ആശ്രയിക്കുന്നുണ്ടോ, അതിലൂടെ ഹോസ്പിറ്റലിന്റെ വരുമാനം കൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് PDF മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ, ഞാനും ആദ്യം അത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയാലോ 7 പോയിന്റും? ഓക്കെ അല്ലേ? യെസ്. എല്ലാ ദിവസവും പഠിക്കുന്നില്ലേ? മോക്ക് ടെസ്റ്റ് ഒക്കെ എല്ലാ ദിവസവും ചെയ്യുന്നില്ലേ? ഇപ്പൊ തന്നെ പഠിച്ചു പോവാട്ടോ, അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും പഠിക്കുന്നതിന്. പല കാര്യങ്ങളൊക്കെ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം 3rd and 4th മൊഡ്യൂൾ ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ, ആദ്യത്തെ 2 മൊഡ്യൂളുകളെ അപേക്ഷിച്ച് എളുപ്പമാണോ പാടാണോ? എന്താ ഒപ്പീനിയൻ? എളുപ്പമാണോ ബുദ്ധിമുട്ടാണല്ലേ? അപ്പൊ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും പഠിച്ചു പോവാ. അന്നന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് തന്നെ തീർത്ത് വിടുക കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you. താങ്ക് യു.